ഏവർക്കും എൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് കളിമണ്ണിലാണ് ഒരു ചെറിയ വർക്ക് ചെയ്യാണ്, ഒരു ഓർഡർ വർക്കാണ്. അപ്പോൾ ഇത് അച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റാൻഡിൽ കടലാസ് കൊണ്ട് ഒരു ഷേപ്പ് ഇട്ടിട്ടുണ്ട് ഏകദേശം. ഇട്ട് അതിൻ്റെ മേലെ മണ്ണ് വെച്ച് ജോയിൻ്റ് ആക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ വലിയ കനോ ഒന്നും ഉണ്ടാവില്ല, നല്ല സപ്പോർട്ടും കിട്ടും ഉള്ളിൽ കടലാസ് ഉണ്ടാകുമ്പോൾ. പക്ഷെ അത് വെറുതെ വേണ്ടാണ്ട് ഒരുപാടൊന്നും ഇട്ടിട്ട് ഷേപ്പ് ഔട്ടാവരുത്. ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൻ്റെ ഷേപ്പ് തന്നെ വരണം, അത്രേ ഉള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും വർക്ക് നിർത്തി വെച്ച് പോവുകയാണെങ്കിൽ, നിർത്തി വെച്ചിട്ട് വേറെ എന്തെങ്കിലും വർക്കിന് നിങ്ങൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരമൊക്കെ ആയിരിക്കും വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ തുണി അല്ലെങ്കിൽ ചാക്ക്, അങ്ങനെ ബനിയൻ ഒക്കെ നനച്ചിട്ട് നല്ല പിഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ കൂടെ കവർ ചെയ്തിട്ടിട്ട് വേണം പോകാൻ. അതിൽ വെളിച്ചമൊന്നും തട്ടാൻ പാടില്ല. അപ്പോൾ ആ തണുപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ മണ്ണ് ഉണങ്ങിയിട്ടുണ്ടാവില്ല, ആ നനവിൽ അവിടെ നിന്നോളൂ. പക്ഷെ ഓവർ വെള്ളമാവരുത്. വെള്ളമായി കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊളിഞ്ഞു വീഴും. അപ്പോൾ ബനിയനിലാക്കിയതിന് ശേഷം നല്ലോണം പിഴിഞ്ഞിട്ട് ഇടുക. പിന്നെ ഒരുപാട് ദിവസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ബനിയന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചിട്ട് കൊടുത്തിട്ട് വെള്ളം സ്പ്രേ ഗണ്ണിലാക്കിയിട്ട് പതുക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് ശരിയാക്കി എടുക്കണം. കാരണം മണ്ണ് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല, ജോയിൻ്റ് ആവില്ല. പിന്നെ അതിൻ്റെ കൂടെ ജോയിൻ്റ് ആകുക പിന്നെ പ്ലാസ്റ്റർ പാരിസൊക്കെ ആയിട്ട് ജോയിൻ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ കളിമണ്ണ് നമ്മൾ വയലിൽ നിന്നൊക്കെ കുഴിച്ചെടുക്കുന്ന എവിടെ നിന്നും കിട്ടുന്ന കളിമണ്ണാണെങ്കിൽ മണലിൻ്റെ അംശം ചേർത്ത്, മണൽ ചേർത്തിട്ട് കടൽപ്പൂഴിയാണ് ചേർക്കാറ്, അല്ലെങ്കിൽ മറ്റ് മണലായാലും മതി. അപ്പോൾ അത് ശരിക്കും അരച്ചിട്ടാണ് ചേർക്കാറ്. അരച്ചിട്ടൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മണ്ണ് കളിമണ്ണിലുണ്ടാക്കിയ രൂപം വീഴില്ല, ചെറിയ ക്രാക്കുകളൊന്നും വീഴില്ല. പിന്നെ ടേബിൾ ഇളകാതെ നോക്കുക. ഇതിപ്പോൾ ഞാൻ മുടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മുടിയുടെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അരത്താണ് നമ്മൾ ശരിക്കും. ഇതിപ്പോൾ ഈ PVC പൈപ്പുള്ളൂ, കുറച്ചും കൂടി ചെറിയ പൈപ്പ് എടുത്ത് നല്ല ക്ലാമ്പൊക്കെ വെച്ച് ടൈറ്റാക്കിയിട്ട് മേശപ്പുറത്ത് അങ്ങോട്ടിട്ട് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. അങ്ങനെ ഇത് ആ പരത്തിയെടുത്ത് ഞാൻ എൻ്റെ മുടിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ മണ്ണ് പരത്തിയെടുത്തിട്ട് ചെയ്യാൻ പറ്റും. പരത്തിയെടുത്ത് പിന്നെ ഡിസൈൻ വർക്കിനൊക്കെ ചെയ്യാം. കുറച്ചും കൂടെ ഇനിയും ഒരുപാട് രീതികളുണ്ട്, അത് ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുടി ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനിവിടെ തൽക്കാലം ഇത്രയും ചെയ്യുന്നുള്ളൂ. ഇനി ഇതിന് അച്ചെടുക്കുകയൊക്കെ വേണം, റബ്ബർ മോൾഡ് ഇട്ട് അച്ചെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് അതിൻ്റെ വീഡിയോ ആയി വരാം. അപ്പോൾ തൽക്കാലം ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായി വരുന്നവരെ വിടാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വർക്ക് ഞാൻ പിന്നെ കാണിക്കുന്നതായിരിക്കും.